ഹലോ വെൽക്കം ബാക്ക്. സുഖാണ് എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂട്യൂബ് പ്രസവത്തെ കുറിച്ചിട്ട് സംസാരിക്കാനാണ് കേട്ടോ. ഇത് ഒരുപാട് പേരെ വല്ലാതെ ബാധിക്കുന്നുണ്ട് ഈ യൂട്യൂബ് പ്രസവ വീഡിയോസ്. അതായത് കുറേ ചാനലുകൾ ഒരു സ്ത്രീ ലേഡി പ്രഗ്നൻ്റ് ആകുമ്പോൾ തൊട്ട് 1 മന്ത് തൊട്ട് ഡെലിവറി ഫുള്ള് എല്ലാ മാസവും എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്ന ചാനലുകളുണ്ട്. അത് അവരുടെ കണ്ടൻറ്റാണ്. അവരത് ആ പ്രസവം ഒരാഘോഷമാക്കി അതിൽ നിന്ന് നന്നായിട്ട് ആ പ്രസവ ചെലവിനും അതിലപ്പുറം എത്രയോ അപ്പുറം അവർ സമ്പാദിക്കുന്നു. ഇതെല്ലാം ജനങ്ങളിലേക്ക് ഇട്ടുകൊടുത്ത് ഇതെല്ലാം ആ പാമ്പറിങ്ങും ആ കെയറിങ്ങും എന്തെങ്കിലും ഒന്ന് ഇവർ വേണമെന്ന് പറഞ്ഞാൽ 100 കിലോമീറ്റർ ദൂരെ പോയി ഓടിപ്പോയി മേടിച്ചുകൊണ്ട് കൊടുക്കുന്ന ഹസ്ബൻഡ്. അതുപോലെ എന്ത് കാര്യത്തിനാണെങ്കിലും ഇത് വിഷ്വലി കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള ലേഡീസ് ഉണ്ട് ഒരുപാട്. എനിക്ക് അനുഭവം ഉണ്ട്, അതുകൊണ്ട് പറയുകയാണ്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം പറയുകയാണ്. നോക്കൂ, ആ ചാനലിൽ അവരെ ആ സ്ത്രീയെ എത്ര നന്നായിട്ടാണ് അവർ കെയർ ചെയ്യുന്നത്, എന്തൊരു സ്നേഹമാണ്. അവർ എന്ത് വേണമെന്ന് പറഞ്ഞാലും ആ സെക്കൻഡ് തന്നെ മേടിച്ചുകൊണ്ട് കൊടുക്കുന്നു. എനിക്കൊന്നും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല. 10 തവണ പറയണം എന്നാലാണ് ഒരു സാധനം കിട്ടുക എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മിന്നുന്നതെല്ലാം പൊന്നാണെന്ന് വിചാരിക്കുന്ന കുറേ ആളുകൾ. ഈ ചാനലുകാരെന്താ ചെയ്യുന്നത്, യൂട്യൂബേഴ്സ് എന്താ ചെയ്യുന്നത്, അവരിത് പരമാവധി മാക്സിമം കണ്ടൻറ് ഇട്ട് കൊടുത്ത് മറ്റുള്ളവർ ആർട്ടിഫിഷ്യലായിട്ട് ഓരോന്ന് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്ത് ക്യാഷ് സമ്പാദിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വീട്ടിലിരുന്ന് ഇത് കാണുന്ന മിക്ക സ്ത്രീകളും വിചാരിക്കുന്നത് ഇത് സത്യമാണ്, ഇങ്ങനെയാണ്, ഇവർക്കുള്ള ഈ സ്നേഹമാണ് കാണിക്കുന്നത്. ഇന്ന് നമുക്ക് ഒട്ടുമിക്ക സ്ത്രീകൾക്കും എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ഒരു കാര്യം ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞാൽ ആരും സാധിച്ചു കൊടുക്കാതിരിക്കുമെന്ന് ഒന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതിലുമൊക്കെ അപ്പുറം ഇവർ കാണിക്കുന്ന ഓവറായിട്ടുള്ള ഈ ആക്ടിങ്ങും പരിപാടിയൊക്കെ കണ്ടു കഴിയുമ്പോൾ സാധാ വീട്ടിലിരിക്കുന്ന സ്ത്രീകളുടെ വിചാരം ഇത് റിയലാണ്, ഇതുപോലെ ആവണം. പണ്ട് ഈ സിനിമയൊക്കെ കണ്ടിട്ട് അതുപോലെ ആവണം എന്ന് വിചാരിക്കില്ലേ ആളുകൾ, അതുപോലെ അങ്ങ് ചിന്തിക്കുകയാണ്. ഒരു കാര്യം നിങ്ങളൊന്ന് നോക്കൂ, ഈ പറയുന്ന ആളുകൾ ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത് അതുപോലെ പ്രസവ സംരക്ഷണത്തിനായിട്ട് കിലോമീറ്ററുകൾ ദൂരെ കൊണ്ടുപോവുകയാണ്. ഇവർക്ക് ആ സംരക്ഷണമൊന്നും പോരെ, ഇവളുടെ സംരക്ഷണമാണ്, ഇവളുടെ ആരോഗ്യമാണ്, ഇവളുടെ സൗന്ദര്യമാണ്, ഇവളുടെ കരുതലാണ്, എല്ലാം ഇവർക്ക് കൊടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞിട്ട് കാട്ടിക്കൂട്ടുന്ന ഓരോ വിക്രിയകൾ ഈ യൂട്യൂബേഴ്സിന് വേണ്ടി തന്നെ ഈ സംരക്ഷണശാലകൾ ഉണ്ടാക്കി വെച്ചേക്കാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രസവ സംരക്ഷണശാലകൾ എന്ന് പറയേണ്ടി വരും. എല്ലാ യൂട്യൂബേഴ്സും അങ്ങോട്ടാണ് ഓടുന്നത്. കാരണം എന്താണ്, അപ്പം തന്നെ ഒന്ന് വിചാരിച്ചാൽ മതി, വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം, കണ്ടന്റിന് വേണ്ടിയിട്ട് മാത്രം കാട്ടിക്കൂട്ടുന്ന വിക്രിയകളാണ്. അല്ലെങ്കിൽ സാധാ രീതിയിൽ ഡെലിവറി കഴിയുന്ന ഒരു സ്ത്രീയും ഈ യൂട്യൂബിൽ എല്ലാവരെയും കാണിച്ച് ഇതുപോലെ ആഘോഷപൂർവ്വം നടത്തുന്ന സ്ത്രീകളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊന്ന് നോക്ക്. നിങ്ങൾ വീടുകളിൽ ഈ പ്രസവ സംരക്ഷണം എല്ലാം അമ്മമാരുടെ നേതൃത്വത്തിലും വലിയമ്മമാരുടെ നേതൃത്വത്തിലും ഒക്കെ ചെയ്തിട്ട് അത് കഴിയുമ്പോൾ നിങ്ങളിൽ തന്നെ ഒരു ചേഞ്ച് ഉണ്ടാവും അല്ലേ. കാണുമ്പോൾ തന്നെ വിഷ്വലി നമുക്ക് ആ ഒരു ആഫ്റ്റർ ഡെലിവറി നല്ലൊരു ഐശ്വര്യം ഉണ്ടാവും അവരെ കാണാൻ തന്നെ. ഇതുപോലെ ദൂരേക്ക് കൊണ്ടു നടന്ന് ഇതുപോലെയൊക്കെ ഇത്രയും ക്യാഷ് മുടക്കി ഇവർക്ക് പരിചരണം കൊടുത്തിട്ട് ഇവരിൽ എന്തിയാ അത് കാണാത്തത്? ഒരു എഫക്റ്റും അതിൻ്റെ ആ റിസൾട്ട് എന്തിയാ കാണാത്തത്? അതിൽ നിന്ന് തന്നെ വിചാരിച്ചാൽ മതി ഇത് വേറും ആർട്ടിഫിഷ്യലാണ്. നമുക്ക് മനസ്സ് നിറഞ്ഞൊരു സ്നേഹവും കരുതലും ഉണ്ടെങ്കിൽ തന്നെ ഒരാളിൽ അത് കാണാൻ, അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ കാണിക്കുന്ന മുഴുവൻ ഫേക്കാണ്. കാര്യം അത് മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ ഓരോരുത്തരെ പറ്റിയിട്ടും മുമ്പ് പറഞ്ഞിട്ടുള്ളതും വിഷ്വലി എല്ലാവരെയും വിശ്വസിപ്പിച്ചിട്ടുള്ളതുമായ കാര്യങ്ങളും ഇപ്പോൾ പറയുന്നതും എന്താണെന്ന് ചിന്തിച്ചാൽ മതി. അതുപോലെ തന്നെയുള്ളൂ. അത് കണ്ടിട്ട് വെറുതെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ ആഫ്റ്റർ ഡെലിവറി ഓരോ ഡിപ്രഷനിലേക്കും പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്കും ഒക്കെ പോകുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. കാര്യം മെയിൻ റീസൺ ഇത് തന്നെയാണ്. പോസ്റ്റ്മോർട്ടം ബ്ലൂസിലൂടെ പോകുന്ന സ്ത്രീകളാണ് ഒരു 80%. ആ ഒരു അവസ്ഥയിൽ നിന്നും ഇവരിങ്ങനെ ചിന്തിച്ചു കൂട്ടി മനസ്സിൽ കാൽക്കുലേറ്റ് അങ്ങനെ ആവണം, അതിനകത്ത് അങ്ങനെയല്ലല്ലോ ചെയ്തു. ആ വീഡിയോയിൽ കണ്ടോ പുള്ളിക്കാരൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എവിടെയൊക്കെ കൊണ്ടുപോയി എന്നിട്ട് കയ്യിൽ ചുമന്നുകൊണ്ട് നടക്കല്ലേ. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എത്ര കെയറാണ് കൊടുക്കുന്നത്. എനിക്ക് അങ്ങനെയല്ലല്ലോ. ഈ ചിന്തകളാണ് ഒരു പരിധി വരെ ഇവരെയൊക്കെ രോഗത്തിന് അടിമകളാക്കുന്നത്. പക്ഷെ ഇവരൊന്നും മനസ്സിലാക്കുന്നില്ല. ഈ വിഷ്വലി കാണിക്കുന്ന എല്ലാം ഫേക്കാണ്, പൊള്ളത്തരമാണെന്ന് മനസ്സിലാക്കുന്നില്ല. ശരിക്കും അങ്ങനെയാണ്. ഒരു വീഡിയോ, ഒരു ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടാണോ സ്നേഹപ്രകടനങ്ങളും കരുതലുകളും ഒക്കെ കാണിക്കുന്നത്? നിങ്ങൾക്ക് അങ്ങനെ പറ്റുമോ? ഒരു സാധാ നിങ്ങളൊരു സാധാരണ വീട്ടമ്മയാണെങ്കിൽ, ഒരു സ്ത്രീ ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കൂ, നിങ്ങൾക്ക് എന്തെങ്കിലും നാച്ചുറലായിട്ട് വരുന്ന ഒരു ഭാവം, ഒരു സ്നേഹമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ വാട്ടെവർ, നിങ്ങളത് പ്രകടിപ്പിക്കണമെങ്കിൽ ഓടിച്ചെന്ന് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ചെയ്യുന്നതൊക്കെ ആർട്ടിഫിഷ്യൽ തന്നെയായിരിക്കും. ഞാൻ ക്യാമറയുടെ മുമ്പിലാണ് എന്ന ബോധപൂർവം ചെയ്യുന്ന പ്രവൃത്തികളായിരിക്കും. മറ്റേത് ബോധപൂർവം അല്ലെന്നല്ല പറയുന്നത്, പക്ഷെ അത് നാച്ചുറലായിട്ടുണ്ടാകുന്ന ഓരോ ഇമോഷൻസാണത്.
അതാണ് യഥാർത്ഥ സ്നേഹം. അല്ലാതെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ വന്നിരുന്നിട്ട് വാരി കൊടുക്കുന്നതും തീറ്റിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതും കളിപ്പിക്കുന്നതും കൊഞ്ചിക്കുന്നതും പൊക്കിക്കൊണ്ട് നടക്കുന്നതും ഒക്കെ വെറും പൊള്ളയാണ്. നിങ്ങൾ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് വീണ്ടും 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 ഞാൻ പറയുകയാണ്. കാര്യം ഇതിനടിമപ്പെട്ടു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതാണ് ജീവിതം എന്ന് കരുതിയിട്ട് അതിൻ്റെ പുറകെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. അത് മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. അതാണ് ഒരു പരിധിവരെ ഇങ്ങനെയുള്ള വൃത്തികെട്ട യൂട്യൂബ് ചാനലുകൾ കൊണ്ട് തന്നെയാണ് ഒരുപാട് ഈ ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ ഒരുപാട് സ്ത്രീകൾ പോകുന്നത്. ഇതൊക്കെ നിരോധിക്കേണ്ട സമയം കഴിഞ്ഞു. കാര്യം ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആകുമ്പോൾ തൊട്ട് ഇങ്ങനെ അങ്ങ് തുടങ്ങും അങ്ങോട്ട് വീഡിയോയാണ്. പിന്നെ നിരന്തരം വീഡിയോ പൊക്കിക്കൊണ്ട് നടക്കല്ല, അത് ഇത് എല്ലാം അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും, എന്നിട്ട് ലാസ്റ്റ് വന്ന് തേണ്ട കിടക്കുന്നു. ഇതിൻ്റെ എല്ലാം ഒരു റിസൾട്ട് ഒന്നും കാണാനുണ്ടാവില്ല. അത് മാത്രം നിങ്ങൾ സാധാരണ സ്ത്രീകളൊന്ന് ചിന്തിച്ചാൽ മതി. ഈ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ആ വീഡിയോയിൽ കണ്ടോ, ഈ വീഡിയോയിൽ കണ്ടോ, ഇത്ര അങ്ങനെയൊക്കെ അല്ലേ കെയർ ചെയ്യേണ്ടത്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് അവർ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ നോക്കുന്ന നന്നായിട്ട് പണിയെടുത്ത് ആ ക്യാഷും കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ പ്രസവവും നിങ്ങളുടെ വീർത്ത വയറും നിങ്ങളുടെ സർവത്ര കാര്യങ്ങളും ദൈനംദിനം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വീഡിയോ എടുത്തിട്ട് വിറ്റിട്ട് ആ ക്യാഷും കൊണ്ടല്ല നിങ്ങളെ നോക്കുന്നത്. നിങ്ങളെയും നിങ്ങളുടെ ഹസ്ബൻഡ് ഒരു ജോലി എടുത്തിട്ട് നന്നായിട്ട് ആ ക്യാഷും കൊണ്ട് നോക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി നിങ്ങളെ നോക്കുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഈ വീഡിയോ ഈ വൈഫിനെ വിറ്റ് ക്യാഷ് ഉണ്ടാക്കി വീഡിയോ ചെയ്യുന്നതാണത്. അങ്ങനെ തന്നെ പറയാൻ പറ്റും. അല്ലെങ്കിൽ അതിനൊരു ക്വാളിറ്റി ഉണ്ടാവണം, അതിന് ഒരു മാന്യത ഉണ്ടാവണം ചെയ്യുന്നതിന്. ഒരു മാന്യതയില്ലാതെ ആവശ്യമില്ലാത്ത ആർട്ടിഫിഷ്യൽ പ്രകടനങ്ങൾ മുഴുവൻ കുത്തിക്കയറ്റി കാണിക്കുന്ന വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അങ്ങനെയാണ് ജീവിതം എന്ന് ഒരിക്കലും വിചാരിക്കരുത്. അതിൻ്റെ പുറകെ പോവുകയും ചെയ്യരുത്. മിന്നുന്നതെല്ലാം പൊന്നാണെന്ന് കരുതിയിട്ട് അവരൊക്കെ യഥാർത്ഥ ജീവിതം കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾ തലകറങ്ങി വീഴും. അത് ഒന്ന് മാത്രം ചിന്തിക്കൂ, ഇത് റിയലാണ്, ഇവർ കാണിക്കുന്നത് റിയലാണെങ്കിൽ ആ ലേഡിയിൽ ആ മാറ്റം ഉണ്ടാവണം. ഇങ്ങനെ കാണിക്കുന്ന ഈ വീഡിയോസിലൊന്നും ആ ലേഡീസിന് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടായതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടായതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ പറയുന്ന ഒരു വാക്കും കൂടെയുണ്ട്, തടി വെക്കരുത്, അതുകൊണ്ടാണ് തടി വെക്കരുത്, ഹെൽത്തി ആയിട്ടിരിക്കണം, അതുകൊണ്ടാണ്. തടി വെച്ചാൽ പറയും കണ്ടോ ഞാൻ അങ്ങനെ നോക്കിയതിൻ്റെ ആ ഒരു ഫലം നിങ്ങൾ കാണുന്നുണ്ടോ? അങ്ങനെ നോക്കിയതിൻ്റെ ആ കെയറിങ്ങിൻ്റെയാണ് ഇങ്ങനെയായത്. വണ്ണം ഒട്ടും വെക്കരുതെന്ന് പറയും, ദിവസവും 10 ഏത്തപ്പഴമെങ്കിലും കഴിക്കുമെന്ന് പറയും. ആ ഏത്തപ്പഴം കഴിക്കുന്ന വണ്ണം വെക്കാനായിട്ട് എന്ന് പറയും. ജിമ്മിൽ പോകുന്ന വണ്ണം വെക്കാനായിട്ട്, ചീക്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എന്തൊക്കെയോ ചെയ്യുന്നതെന്ന് പറയും. അപ്പോൾ ഇതെല്ലാം ഇരട്ടത്താപ്പാണ്. സർവത്ര മാക്സിമം ശ്രമിക്കും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷേ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പ്രകടനം കാണിക്കുന്നതുകൊണ്ട് ആളിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അത് റിയലായിട്ടും അവർ നാച്ചുറലായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ മാത്രമാണ് ആളുകളിൽ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾക്കൊക്കെ ഉണ്ടാവും. സാധാരണ നമുക്ക് കിട്ടുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ സന്തോഷിക്കുകയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് അതിൽ ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുകയും ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഈ ഫേക്കായിട്ടുള്ള പൊള്ളയായിട്ടുള്ള ചാനലുകളിലെ പ്രവൃത്തികളും കാട്ടിക്കൂട്ടലുകളും കോപ്രായങ്ങളും ഒന്നും വിശ്വസിക്കാതിരിക്കുക. അതൊന്നുമല്ല റിയലായിട്ടും സത്യം. കാര്യം ഇവരൊക്കെ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഇന്ന് സത്യം ഇതാണെന്നും പറഞ്ഞിട്ട് പുറത്തേക്ക് എടുത്തിടുന്ന ഓരോ പ്രവൃത്തികളും 2 ദിവസം കഴിയുമ്പോൾ ഇവർ തന്നെ പൊള്ളയാണെന്നും പറഞ്ഞുകൊണ്ട് ഇവർ പുറത്തേക്ക് എടുത്തിടുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാം ഇവർ ഓരോ ദിവസവും പറയുന്നത് കള്ളത്തരങ്ങളാണ്. അതുകൊണ്ട് ഈ കള്ളത്തരം മാത്രം പാകി മുളപ്പിച്ച് വളർത്തി വെള്ളം ഒഴിച്ച് വളർത്തി അതിലെ ഫലം കഴിച്ച് ജീവിക്കുന്ന ഇങ്ങനെയുള്ള യൂട്യൂബ് ചാനലുകളെ വിശ്വസിക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ മുന്നോട്ട് പോവുക. ഇവരൊക്കെ കാണിക്കുന്നത് ഇവർ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം കാണിക്കുന്ന പ്രകടനങ്ങളാണ്. ഈ പ്രസവ സംരക്ഷണവും കെയറിങ്ങും അതും ഇതും കൊഞ്ചലും കുഴച്ചിലും. മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും അറിയില്ലായിരിക്കും ഇതിലെ ലേഡീസിന് മിക്കതിനും. കൊഞ്ചലാണ് കാര്യം. കൊഞ്ചിക്ക് പാമ്പറിങ് ആണെന്നാണ് പറയുന്നത്. പാമ്പർ ചെയ്ത് എന്നിട്ട് പറയും അത് ഏതോ ഒരു രോഗലക്ഷണമാണെന്ന് പറയും. പാമ്പറിങ് കൂടിപ്പോയിട്ട് കൊഞ്ചുന്നതിന് പറയും രോഗലക്ഷണമാണ്. അത് അങ്ങനെ അസുഖം ഉള്ളത് കൊണ്ട്, അങ്ങനെ എപ്പോഴെപ്പോഴും അസുഖം വരുന്നത് കൊണ്ട് വരുന്നതാണെന്ന്. അപ്പോൾ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാൻ പറ്റിയാൽ മനസ്സിലാക്കുക. അല്ലാതെ കുറച്ചൊക്കെ നമുക്ക് കുറച്ച് പ്രായത്തിൻ്റെ മിതത്വം കൊണ്ടൊക്കെ ചില ആളുകളിൽ ഇൻജക്റ്റ് ചെയ്യപ്പെടുന്ന ഈ വിഷ്വൽ എല്ലാം കൂടി എടുത്തിട്ട്, ഈ കാണുന്ന ഈ വിഷ്വൽ എല്ലാം കൂടി അവർ ഉള്ളിലേക്ക് സേവ് ചെയ്ത് വെച്ചിട്ട് പ്രായത്തിൻ്റെ മിതത്വം കൊണ്ട് അവർക്കത് ശരിയാണെന്ന് തോന്നാം. പക്ഷെ ആളുകൾ പറഞ്ഞു തരുമ്പോഴെങ്കിലും അത് മാക്സിമം മനസ്സിലാക്കുക. എല്ലാ കാര്യങ്ങളും തന്നെ ഇങ്ങനെയുള്ള ആളുകൾ കള്ളമാണ് പറയുന്നതെന്ന് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കാര്യം ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആണെങ്കിലും ഒക്കെ ഭയങ്കര വലിയ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് പറഞ്ഞിട്ട് ആളുകളുടെ അടുത്ത് നിന്ന് ക്യാഷ് വാങ്ങും. 2 ദിവസം കഴിയുമ്പോൾ ഇവരുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് എല്ലാം കഴിയും, എല്ലാം തീരും. ഇവരുടെ ജീവിതം അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും ഇവർ നോക്കും. ഒരു ചെറിയ ആക്സിഡൻറ്റ് വന്നാൽ അത് വലിയ ആക്സിഡൻ്റ് ആയിട്ട് എല്ലാവരുടെയും മുമ്പിൽ കാണിക്കും. 2 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഒരു മാർക്ക് പോലും ഉണ്ടാവില്ല ശരീരത്തിൽ.
എന്നാലും ഇവരുടെ സബ്സ്ക്രൈബേഴ്സ്, ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് അതൊന്നും ചോദിക്കില്ല. കാര്യം അത്രയ്ക്ക് ബുദ്ധിശൂന്യരായി കഴിഞ്ഞു, അടിമപ്പെട്ട് കഴിഞ്ഞു ഇവർക്കായിട്ട്. ഇവർ പറയുന്ന എന്തും സ്വീകരിക്കാനായിട്ട് അവരിലേക്ക് അടിമപ്പെട്ട് കഴിഞ്ഞു. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഈ പൊള്ളയായ മെസ്സേജ് തരുന്ന ചാനലുകളിൽ കാണിക്കുന്ന കാര്യങ്ങൾ ഉള്ളിലേക്ക് എടുത്ത് ജീവിക്കാതിരിക്കുക. അത് അവരുടെ ജീവിതം തന്നെയാണ് ഇല്ലാതാക്കുകയുള്ളൂ. ഡിപ്രഷൻ, ആഫ്റ്റർ ഡെലിവറി ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്ത പ്രശ്നമാണത്. അത് ഭയങ്കര മാനസിക സംഘർഷത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അത് ഒരുപാട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഇതുപോലെയുള്ള ചാനലുകൾ മാതൃകയാക്കി എടുക്കാതിരിക്കുക. കാണിക്കുന്നതെല്ലാം പൊള്ളത്തരമാണ് എന്ന് മാത്രം തിരിച്ചറിഞ്ഞ് ജീവിക്കുക. കാര്യം അത് അറിയുന്നതുകൊണ്ടാണ് പറയുന്നത്. ഇങ്ങനെ യഥാർത്ഥത്തിലുള്ള സത്യമായിട്ടുള്ള റിയലായിട്ടുള്ള സ്നേഹവും കരുതലും ഒന്നും ആരും ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് കാണിക്കില്ല. ആക്സിഡൻ്റലി വേറെ ആൾ എടുക്കുന്നതാണെങ്കിലും ഓക്കെ, ഇത് സെൽഫായിട്ട് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ വന്നിട്ട് ആക്ഷൻ പറയുമ്പോൾ മാത്രം ചെയ്യുന്ന പ്രകടനങ്ങൾ മാത്രമാണിത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ ലോകത്ത് നിങ്ങളുടെ സന്തോഷങ്ങളിൽ കൂടെ മാത്രം മുന്നോട്ട് പോവുക. പൊള്ളത്തരങ്ങളെ ഒരിക്കലും വിശ്വസിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യാതിരിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്